ഇടക്കൊച്ചി അരൂർ പാലത്തിന്റെ കവാടം, ആ കവാടത്തിന്റെ സൈഡിൽ കാണുന്ന കാഴ്ചകളാണിത്. മൊത്തം മാലിന്യങ്ങളാണ്. നിരീക്ഷണ ക്യാമറയുണ്ട്, പക്ഷേ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തുടർക്കഥയാകുന്ന സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ അപകടമുണ്ടാകുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നു, പട്ടികൾ വരുന്നു, തെരുവ് നായ്ക്കൾ വരുന്നു, അത് വീണ്ടും ഒരു അപകടത്തിന് കാരണമാകുന്നു. കുറുകെ ചാടുന്നത് മൂലമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതായത് മാലിന്യം ഇവിടെ കൊണ്ടൊന്ന് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുമ്പോൾ പട്ടികൾ ഇത് കഴിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ ടൂ വീലർ ഓടിച്ച് വരുന്ന യാത്രക്കാർ കാണുന്നില്ല പട്ടി വരുന്നത്. പെട്ടെന്ന് പട്ടി വട്ടം ചാടി യാത്രക്കാർ വണ്ടിയുമായിട്ട് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതും അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഇവിടെ നിരീക്ഷണ ക്യാമറ അടക്കമില്ല ഈ പാലത്തിൽ, പക്ഷേ ഇവിടെ ക്യാമറ ഒന്നുമില്ല. നേരത്തെ ഒരു ക്യാമറ ഉണ്ടായിരുന്നാണ്, ഇപ്പോൾ ക്യാമറ വർക്ക്. പിന്നെ ഉള്ളത് കമ്പനിയിലെ ക്യാമറ. ആ കമ്പനിയിലെ ക്യാമറ നമ്മളിവിടെ അപകടം ഉണ്ടായിട്ട് ചെന്ന് ചോദിച്ചാൽ അവർ തരികയില്ല. ഇതിപ്പോ ഈ രാത്രിയുടെ മറവിലാണോ? മറവിലാണ് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രി മറവിലാണ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വേസ്റ്റ് സെപ്റ്റ് ടാങ്കിൻ്റെ മാലിന്യം കൊണ്ട് ഇവിടെ കൊണ്ടുവന്നടിക്കും. അങ്ങനത്തെ പരിപാടി ഇവിടെ മിക്കപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഓട്ടോക്കാരോട് നിർത്തിക്കഴിഞ്ഞാൽ നമ്മളെ പാവം പിടിക്കും. ഇവിടെ സ്ഥിരമായിട്ടുള്ള പരിപാടി. ഇപ്പോൾ ഈ ഒരു 2-3 കടകൾ വന്നതാണ് ഇത്ര ആശ്വാസമുണ്ട്. പിന്നെ ഇത് ആ കമ്പനി ഈ അരൂർ എന്ന് പറഞ്ഞ സാധനങ്ങളാണ്. ഇവിടെ നിന്നൊന്നും തന്നെയല്ല, അരൂർക്കാരെ കംപ്ലീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സാധനം. വേസ്റ്റ് കംപ്ലീറ്റ് ഇതാണ്. ഇത്രയും വേസ്റ്റുകൾ ഇവിടെ നിന്ന് കൂടിയിട്ട് പട്ടികളൊന്ന് യാത്രയാകുമ്പോൾ കൂടുമ്പോഴേക്കും നമ്മൾ ഓടി വരുമ്പോഴേക്കും മുമ്പിലേക്ക് പട്ടിയാടും, അപകടം ഉണ്ടാകും. ഈ വേസ്റ്റ് ഇടുന്നതുമായി ബന്ധപ്പെട്ട അധികാരികളോട് പരാതി ഒന്നും ഈ നാട്ടുകാർ പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ പരാതി പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഈ വേസ്റ്റ് ഇടുന്ന ഇവിടുത്തെ പഞ്ചായത്ത് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്നൊക്കെയാണ് ഇവർ പറയണത്. പഞ്ചായത്ത് ഏരിയയാണ് ഇത്. അപ്പുറത്ത് കോർപ്പറേഷൻ ഏരിയ. ഇത് പഞ്ചായത്തിൻ്റെ ഇതിലാണ്. അപ്പോൾ പഞ്ചായത്തിനാണ് പറയുന്നത്. കോർപ്പറേഷനെ പറയുന്നത് കോർപ്പറേഷനിലേക്ക് പറയുന്നത്. ഇങ്ങനെ രണ്ടുപേരിട്ട് തട്ടുകയില്ലാണ്ട് വേസ്റ്റിന് ഒരു കുറവുമില്ല. വേസ്റ്റ് ഇങ്ങനെ വന്ന് കുമ്പും കൂടി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ടൂ വീലറിന് പോകുമ്പോഴാണ് കൊണ്ട് വലിച്ചെറിയും. ഇത് കഴിക്കാൻ വേണ്ടി പട്ടി വരും. ഇതാണ് സ്ഥിരം പരിപാടി. പാലത്തിന് ഇരുവശവും കായൽ ദൃശ്യം ആസ്വദിക്കാൻ എത്തുന്ന നിരവധി പേരാണുള്ളത്. പക്ഷേ ഈ കായൽ ദൃശ്യം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് ഈ വേസ്റ്റിൻ്റെ മാലിന്യത്തിൻ്റെ ദുർഗന്ധമാണ് ശ്വസിക്കാൻ കിട്ടുന്നത്. കാരണം ഈ പ്രദേശം മുഴുവൻ അസഹനീയമായിട്ടുള്ള ദുർഗന്ധമാണ് ഉള്ളത്. ഈ വേസ്റ്റ് ഇടുന്നത് മൂലം ദുർഗന്ധമുള്ളത്. മാലിന്യം തള്ളുന്നതിനെതിരെ പല തവണ പരാതി പറഞ്ഞു, പക്ഷേ അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുമുള്ള നടപടികളും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു ക്യാമറ എന്ന് പറയുന്നത്. ക്യാമറ പലതവണ ഈ ക്യാമറ സ്ഥാപിക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചു, പക്ഷേ വേണ്ട നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. ഒരു പാലത്തിൻ്റെ റോഡിന് ഇരു വശങ്ങളും നോക്കിയാലും അത്രത്തോളം വേസ്റ്റാണ്, മാലിന്യമാണ് തള്ളുന്നത്. രാത്രിയുടെ മറവിലാണ് മാലിന്യങ്ങൾ തള്ളുന്നതെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ ഗീതേഷിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.